എല്ലാ കൂട്ടുകാർക്കും ഓട്ടോമേഷൻ എൻജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നു എന്താണ് പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് എന്നും പോസ്റ്റ്മാനിൽ പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റിന്റെ പ്രാക്ടിക്കൽ യൂസേജുമാണ്. ഞാൻ ഈ കൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന റിക്വസ്റ്റ് ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള റിക്വസ്റ്റ് ആണ്. ഇവിടെ പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് എന്നൊരു ടാബ് ഉണ്ട്. ആ ടാബിനകത്ത് ഓൾറെഡി ഞാൻ കുറച്ച് കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കോഡ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളത് ഓൾറെഡി പോസ്റ്റ്മാനിൽ തന്നെ ഇൻഫോ പോലെ കൊടുത്തിട്ടുണ്ട്. പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് ആർ റിട്ടൺ ഇൻ ജാവാസ്ക്രിപ്റ്റ് ആൻഡ് ആർ റൺ ബിഫോർ ദ റിക്വസ്റ്റ് ഈസ് സെൻഡ്. അങ്ങനെയാണ് പോസ്റ്റ്മാനിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന റിക്വസ്റ്റ് സെർവർ ഹിറ്റ് ആകുന്നതിന് മുമ്പ് പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് എന്നുള്ള സെക്ഷനിൽ എഴുതിയാകുന്ന കോഡ് എക്സിക്യൂട്ട് ആകും. ഇത് എക്സിക്യൂട്ട് ആയ ശേഷം മാത്രമേ റിക്വസ്റ്റ് സെൻഡ് ആവുള്ളൂ. ഇനി ഈ പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് എന്നുള്ള ടാബിൽ എഴുതിയേക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ലൈൻ ഉള്ളത് ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കൺസോളിൽ ഈ ഒരു പർട്ടിക്കുലർ സെന്റൻസ് പ്രിന്റ് ആകാൻ വേണ്ടിയുള്ളതാണ്. സെക്കൻഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഡൈനാമിക് വേരിയബിൾ യൂസ് ചെയ്ത് യുണീക്ക് ആയിട്ടുള്ള ഒരു ഡേറ്റ ടൈറ്റിൽ നെയിം എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം ആ ടൈറ്റിൽ നെയിം ഒരു ഗ്ലോബൽ വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യുന്നു. അതാണ് തേർഡ് ലൈൻ. അതിനുശേഷം ആ ഡൈനാമിക് വേരിയബിളിൻ്റെ വാല്യൂ ഫോർത്ത് ലൈനിൽ പ്രിന്റ് ചെയ്യുന്നു. ഫിഫ്ത്ത് ലൈനിൽ റാൻഡം ഫസ്റ്റ് നെയിം എന്നുള്ള ഡൈനാമിക് വേരിയബിൾ യൂസ് ചെയ്ത് ഓതർ നെയിം എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത ശേഷം pn.environment.set എന്നുള്ള കോഡ് യൂസ് ചെയ്ത് ഓതർ എന്ന വേരിയബിളിലേക്ക് ഓതർ നെയിമിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുന്നു. അപ്പം അതിനുശേഷം ഓതർ നെയിം എന്താണെന്നുള്ളത് പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റിനകത്ത് ഒരേ സമയം എങ്ങനെയാണ് ഗ്ലോബൽ വേരിയബിൾ സെറ്റ് ചെയ്യുന്നതെന്നും എൻവയൺമെൻറ്റ് വേരിയബിൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന വാല്യൂസ് ഒന്ന് ഓതർ നെയിം ആണ്. അപ്പോൾ ഓതർ എന്നുള്ളൊരു വാല്യൂ എൻവയൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ആവും. അതുപോലെ തന്നെ ടൈറ്റിൽ എന്നുള്ള വാല്യൂ ഇതൊരു ഗ്ലോബൽ വേരിയബിളായിട്ട് സെറ്റ് ആവും. അതിനുശേഷം ഈ സെറ്റ് ആകുന്ന വാല്യൂ ഈ ബോഡിക്കകത്ത് നമ്മൾ ഡബിൾ കേർലി ബ്രേസ് യൂസ് ചെയ്ത് റീയൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു യൂസേജ് പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റിൻ്റെ. ഇതുപോലെ പല യൂസേജ് ഉണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഈ രണ്ട് യൂസ് കേസാണ് പറയുന്നുള്ളൂ. അപ്പം ഇനി നമുക്കിത് എങ്ങനെയാണ് വർക്കാകുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ എൻ്റെ എൻവയൺമെൻറ്റ് എനിക്ക് ജേസൺ സെർവർ കളക്ഷൻ എന്ന് പറഞ്ഞൊരു എൻവയൺമെൻറ്റ് ഉണ്ട്. അവിടെ എൻവയൺമെൻറ്റ് ക്വിക്കിനകത്ത് നോക്കിക്കഴിയുമ്പോൾ അവിടെ ഒരു വേരിയബിളും ഇല്ല, ഗ്ലോബലിനകത്ത് ഒരു വേരിയബിളും ഇല്ല. പക്ഷേ ഈ റിക്വസ്റ്റ് സെൻഡ് ആയി കഴിയുമ്പോൾ ഈ എൻവയൺമെൻറ്റ് വേരിയബിളിൻ്റെ സെക്ഷനകത്ത് ഒരു വേരിയബിൾ കാണും. ആ വേരിയബിളിൻ്റെ വാല്യൂ ഓതർ ആയിരിക്കും. ഓതറിൻ്റെ ഒരു വാല്യൂ കാണും. ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് ടൈറ്റിൽ എന്നുള്ള ഒരു കീ കാണും. അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കാണും. അപ്പോൾ ഇനി നമുക്ക് ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം. ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൺസോളിൽ എന്താണ് പ്രിൻ്റ് ആകുന്നത് നമുക്ക് നോക്കാം. ഞാൻ ആ റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ലോഗ് ചെയ്താക്കുന്ന കാര്യം ഫസ്റ്റ് പ്രിൻ്റ് ചെയ്തിരുന്നത് കാണാം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന ടൈറ്റിൽ നെയിമിൻ്റെ വാല്യൂ ആണ്, അതിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പ്രിൻ്റ് ചെയ്തേക്കുന്ന ഓതർ നെയിമാണ്. ഇത്രയും കാര്യം നടന്നതിന് ശേഷം മാത്രമാണ് റിക്വസ്റ്റ് ഹിറ്റായിരിക്കുന്നത്. ഇനി അതിന് ആ റിക്വസ്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് വാല്യൂ ആണ് പാസ്സായെന്നുള്ളത് നമുക്ക് റെസ്പോൺസ് ബോഡി, റിക്വസ്റ്റ് ബോഡി എല്ലാം ഇതിനകത്ത് കാണാം. ഇതാണ് റിക്വസ്റ്റ് ബോഡി പാസ് ആയേക്കുന്നത്. ഇത് തന്നെയാണ് കൺസോൾ പ്രിൻ്റ് ആയേക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ രണ്ട് വേരിയബിൾ നമ്മൾ സെറ്റ് ചെയ്തല്ലോ, അത് ഇവിടെ എൻവയൺമെൻറ്റിലും ഗ്ലോബൽ വേരിയബിളുമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഓതർ എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈറ്റിൽ എന്നുള്ളൊരു ഗ്ലോബൽ വേരിയബിളും, ഓതർ എന്നുള്ളത് എൻവയൺമെൻറ്റ് വേരിയബിളും ടൈറ്റിൽ എന്നുള്ളത് ഗ്ലോബൽ വേരിയബിളും, അതിൻ്റെ വാല്യൂ
സെറ്റ് ആയിട്ടുണ്ട്. ഒരു വേരിയബിളും സെറ്റ് ആയി അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ ആണ് ഈ ബോഡിക്കകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് പ്രീ റെക്കോർഡ് സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസേജ്. ഇതുപോലെ പല യൂസസും ഉണ്ട്. നമ്മുടെ ആവശ്യമനുസരിച്ച് പ്രീ റെക്കോർഡ് സ്ക്രിപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം പ്രീ റെക്കോർഡ് സ്ക്രിപ്റ്റ് എപ്പോഴും റിക്വസ്റ്റ് സെൻഡ് ആകുന്നതിന് മുമ്പായിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. അത് നമുക്ക് ഒരു എൻവയൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യാനോ ഗ്ലോബൽ വേരിയബിൾ സെറ്റ് ചെയ്യാനോ കളക്ഷൻ വേരിയബിൾ സെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് കളക്ഷനകത്തെ എല്ലാ റിക്വസ്റ്റുകൾക്കും ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ റിക്വസ്റ്റിനും സെപ്പറേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ റിക്വസ്റ്റ് ലെവലിൽ ആഡ് ചെയ്യുന്നതിന് പകരം കളക്ഷൻ ലെവലിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ JSON സെർവർ കളക്ഷൻ എന്നുള്ള കളക്ഷൻ്റെ ആ 3 ഡോട്ട്സ് വ്യൂ മോർ ആക്ഷൻസ് ഉള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. ഇതേ സെക്ഷൻ നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇതേ സെക്ഷനിൽ പോയി മുമ്പേ ആഡ് ചെയ്ത അതേ പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് കൊണ്ട് ആഡ് ചെയ്താൽ മതി. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റിൽ കൊടുത്തേക്കുന്ന കോഡ് ഞാൻ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇത് കമൻറ്റ് ചെയ്യുവാണ്. കമൻറ്റ് ചെയ്തിട്ട് റിക്വസ്റ്റ് സേവ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ JSON സെർവർ കളക്ഷനിൽ പോകുന്നു. എന്നിട്ട് എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് എന്നുള്ള സെക്ഷനിൽ കൊണ്ട് അത് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം സേവ് ചെയ്യുന്നു. ഇപ്പം ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള റിക്വസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റിലെ കോഡ് ഞാൻ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് JSON സെർവർ കളക്ഷൻ ലെവലിൽ പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ റിക്വസ്റ്റ് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഈ കൺസോൾ ഞാൻ നമ്മൾ ക്ലിയർ ചെയ്യുവാണ്. അതിനുശേഷം ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള റിക്വസ്റ്റ് തന്നെ വീണ്ടും ഞാൻ സെൻഡ് ചെയ്യുവാണ്. ഇപ്പോഴും ഈ ഒരു പർട്ടിക്കുലർ റിക്വസ്റ്റ് റൺ ചെയ്തപ്പോൾ ആ പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നതാണ്. വാല്യൂസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതേ ചേഞ്ച് നമ്മുടെ എൻവയൺമെൻറ്റ് വേരിയബിളിൽ എൻവയൺമെൻറ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്താൽ കാണാം. കെല്ലി എന്നുള്ള വാല്യൂ ഓർഡറായിട്ടും ഡീസെൻട്രലൈസ് ഹ്യൂറിസ്റ്റിക് ഇൻസ്റ്റലേഷൻ എന്നുള്ള വാല്യൂ ടൈറ്റിലായിട്ടും ഗ്ലോബൽ വേരിയബിളിലും എൻവയൺമെൻറ്റ് വേരിയബിളായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതാണ് പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റിൻ്റെ പ്രാക്ടിക്കൽ യൂസേജ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.